1970 ഫിഫ വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മെക്സിക്കോയിൽ നടക്കുകയാണ്. സാക്ഷാൽ ബ്രസീലും പെറുവും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. മത്സരം ആരംഭിക്കാനായി കിക്ക് ഓഫ് പോയിന്റിൽ വെച്ച് ഇരു ടീമുകളെയും റഫറി വിളിക്കുന്നു. ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ടെലിവിഷന്റെ മുമ്പിൽ മത്സരം കാണാൻ കാത്തിരിക്കുകയാണ്. ഗ്യാലറിയിൽ ആയിരക്കണക്കിന് ആളുകൾ ബ്രസീലിന് വേണ്ടിയും പെറുവിന് വേണ്ടിയും ആരവം മുഴക്കി കാത്തിരിക്കുന്നു. വിസിൽ മുഴക്കാനായി ചുണ്ടിൽ വിസിൽ വെച്ചപ്പോഴത്തേക്കും ബ്രസീലിന്റെ ഇതിഹാസ താരം സാക്ഷാൽ പെലെ ഒരു നിമിഷമെന്ന് റഫറിയോട് രാംഗ്യം കാണിച്ചു. പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ പ്രേമികൾ സസൂക്ഷ്മം ടെലിവിഷനിലൂടെ നോക്കിയിരുന്നു. ഗാലറിയിലുള്ള ആയിരക്കണക്കിന് പ്രേമികൾ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അക്ഷമരായി നോക്കിയിരുന്നു. പെലെ പതുക്കെ കുനിഞ്ഞ് തന്റെ വലതുകാലിലെ ഷൂവിന്റെ ലേസ് അഴിച്ചു കെട്ടി. ക്യാമറ കണ്ണുകൾ അദ്ദേഹത്തിന്റെ വലത് കാലിലേക്കും ആ ഷൂവിലേക്കും പതിച്ചു. ലോകമെമ്പാടുമുള്ള കാണികൾ ആ ഷൂവിൽ എഴുതിയിരുന്ന ഒരു പേര് വായിച്ചു, പ്യൂമ. ലേസ് അഴിച്ചു കെട്ടി കളി ആരംഭിച്ചു. കളി മനോഹരമായി പുരോഗമിച്ചു. 1924 അഡോൾഫ് ഡാസ്ലറും റുഡോൾഫ് ഡാസ്ലറും എന്ന രണ്ട് സഹോദരങ്ങളാണ് ഡാസ്ലർ ബ്രദേഴ്സ് ഷൂ ഫാക്ടറി ആരംഭിക്കുന്നത്. അവരുടെ ബിസിനസ് അതിമനോഹരമായി പുരോഗമിക്കുന്നതിനിടയ്ക്ക് ഇവർ തമ്മിൽ ചില സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടായി. അങ്ങനെ 1948 ഈ രണ്ട് ബ്രദേഴ്സും അവരുടെ ബിസിനസ് രണ്ടായി പിരിഞ്ഞു. ഒരാള് തന്റെ ബിസിനസ്സിനെ, തന്റെ ഷൂ ഫാക്ടറിക്ക് ആഡിഡാസ് എന്ന പേരിട്ടു. മറ്റൊരാൾ തന്റെ ഷൂ ഫാക്ടറിക്ക് പ്യൂമ എന്ന പേരിട്ടു. മാർക്കറ്റിൽ ഇവർ തമ്മിൽ ഭയാനകമായ കിടമത്സരം ആരംഭിച്ചു. എപ്പോഴും ഒരു പടി മുന്നിൽ ആഡിഡാസ് എന്ന് പറഞ്ഞ ബ്രാൻഡായിരുന്നു. എന്നാൽ 1970 ഈ സംഭവത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള കായിക പ്രേമികൾ പ്യൂമ എന്ന് പറഞ്ഞ ബ്രാൻഡ് അവരുടെ ബ്രാൻഡായി കൺസിഡർ ചെയ്യുകയും പ്യൂമയ്ക്ക് അതുവരെ ഉണ്ടാകാതിരുന്ന ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഈ സംഭവം യാദൃച്ഛികയാൽ സംഭവിച്ച കാര്യമല്ല, പകരം കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു സംഭവമായിരുന്നു. തന്റെ ഷൂലൈസ് അഴിച്ചു കെട്ടുന്ന പെലെക്ക് പ്യൂമ കമ്പനി അന്ന് വാഗ്ദാനം ചെയ്തത് $120,000 അതുപോലെ ഈ സംഭവത്തിലേക്ക് ക്യാമറ കണ്ണുകൾ പതിപ്പിച്ച ക്യാമറാമാനും ആയിരക്കണക്കിന് ഡോളർ കിട്ടി എന്നുള്ളതാണ്. പ്രിയമുള്ള ബിസിനസ് സംരംഭകരെ, നമ്മുടെ ബിസിനസ് ഉയർന്ന തലത്തിലേക്ക് എത്തിക്കണമെങ്കിൽ തീർച്ചയായും ഇങ്ങനത്തെ ടെക്നിക്കുകളും സ്ട്രാറ്റജികളും നിങ്ങൾ പയറ്റേണ്ടതുണ്ട്. ഒരു മാർക്കറ്റിംഗ് ഫണലിന്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടെ പ്യൂമ ചെയ്തതും ഈ അവയർനെസ് ആണ്. നമ്മളുടെ പ്രോഡക്റ്റ് എത്ര വാല്യൂ ഉള്ള പ്രോഡക്റ്റ് ആയിക്കൊള്ളട്ടെ, നമ്മുടെ പ്രോഡക്റ്റ് എത്ര മനോഹരമായ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആയിക്കൊള്ളട്ടെ, പക്ഷെ ഇത് പുറം ലോകം അറിയുക എന്നുള്ള ഒരു വലിയ ദൗത്യം നിങ്ങൾക്കുണ്ട്. അത് പുറം ലോകത്തെ അറിയിക്കുവാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഇങ്ങനത്തെ കുറെ സ്ട്രാറ്റജികളും ഇങ്ങനത്തെ കുറെ ടെക്നിക്കുകളും നിങ്ങൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.